ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പേവിഷബാധ ഭീതിയിൽ പാലക്കാട് ഞങ്ങാട്രി ഗ്രാമം. കഴിഞ്ഞ ദിവസം പ്രദേശവാസികളെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെയാണ് ജനങ്ങൾ ആശങ്കയിലായത്. മറ്റ് വളർത്തുമൃഗങ്ങൾക്കും നായയുടെ കടിയേറ്റിട്ടുണ്ടാകാമെന്നതിനാൽ ആരോഗ്യ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഞായറാഴ്ച രാവിലെ തൃത്താല ഞാങ്ങാട്ടി VIP സ്ട്രീറ്റിൽ 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നായയെ തിങ്കളാഴ്ച ഉച്ചയോടെ ചത്ത നിലയിൽ കണ്ടെത്തി. നായയുടെ ജഡം മലമ്പുഴ മൃഗാശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പേവിഷബാധയുള്ള നായ മറ്റ് നായ്ക്കളെയും കടിച്ചിട്ടുണ്ടാകുമെന്നാണ് ആശങ്ക. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് തെരുവ് നായ്ക്കൾ ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത്. ഞാങ്ങാട്ടിയിലും പരിസര പ്രദേശത്തും ഏറെ ഭീതി വളർത്തിയ വിഷനായ പേ പിടിച്ച് തന്നെയാണ് ചത്തത് എന്ന റിപ്പോർട്ടാണ് മലമ്പുഴ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം പല നായ്ക്കളുടെ ഇടയിലും, കാരണം നമ്മുടെ നാട്ടിൽ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളാണെന്ന്. അത്തരം തെരുവ് നായ്ക്കളുടെ ഇടയിലെല്ലാം തന്നെ ഈ നായയെ പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ തീർച്ചയായും അത്തരം തെരുവ് നായ്ക്കൾക്ക് കൂടെ പേ ഇളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നായ്ക്കളിൽ മാത്രമല്ല മറ്റു വളർത്തു ജീവികളിലും എല്ലാം തന്നെ അത് പടരുന്ന അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സംശയമുള്ള എല്ലാ ജീവികൾക്കും നമ്മൾ വാക്സിൻ എടുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും മാറണം. കടിയേറ്റവർ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മറ്റ് തെരുവ് നായകൾക്കും വാക്സിൻ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതേസമയം കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടരുതെന്നും പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.